എനിക്ക് ഇത് ഈ കാര്യങ്ങളിലൊന്നും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയോ മറ്റെന്തെങ്കിലും തരത്തിൽ ഈ സർക്കാർ പ്രതിസന്ധിയിലാവുന്ന ഒരു സ്ഥിതിവിശേഷമോ പോലും ഉണ്ടാകുമെന്നുള്ള തോന്നൽ എനിക്ക് ഈ ഘട്ടത്തിൽ പോലും ഇല്ല. എന്തായാലും ഈ ഒരു സമരത്തെ കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. കാരണം സർക്കാർ പെരുമാറുന്നത് ഒരു സമഗ്രാധിപത്യ ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് എന്നതുകൊണ്ട് ഇവിടെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഉണ്ടല്ലോ, ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഏറ്റവും വലിയ കഴിവായി BJP നേതാക്കൾ തന്നെ ആവർത്തിച്ച് പല വേദികളിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, അദ്ദേഹം സിലബസിൽ തൊട്ടയാളാണ്, സിലബസിനെ കൈകാര്യം ചെയ്തയാളാണ്. മറ്റേ ഇവിടുത്തെ ലെഫ്റ്റിസ്റ്റുകളും കോൺഗ്രസ്സുകാരും എല്ലാം കൂടി അട്ടിമറിച്ച് വെച്ചിരുന്ന സിലബസിനെ നന്നാക്കിയ ആളാണ് എന്നുള്ളതാണ് അവരുടെ ഒരു വാദം. എന്താണ് നന്നാക്കൽ നമ്മൾ മുമ്പ് പലയാവർത്തി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനി അതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ്റെ തന്നെ പ്രതികരണം വന്ന ഒരു കാര്യം എന്താണ്? അടിയന്തരാവസ്ഥ അത് ജനാധിപത്യത്തെ മുച്ചൂടും തകർത്തെറിഞ്ഞ ഇങ്ങനെ ഇരുണ്ട കാലത്തേക്ക് തള്ളിയിട്ട, രാജ്യത്തെ ഇരുണ്ട കാലത്തേക്ക് തള്ളിയിട്ട അടിയന്തരാവസ്ഥയെക്കുറിച്ച് കുട്ടികൾ പഠിക്കേണ്ടതുണ്ട് എന്ന് ഈ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിമർശനം ഉയർന്നപ്പോൾ പ്രതികരിച്ചയാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. എന്നിട്ട് ഈ ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ കാണിക്കുന്നതാണ്, ഡൽഹിയിൽ ഈ ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്നത് എന്താണ്? നെയിം പ്ലേറ്റ് വെച്ചിട്ടില്ലാത്ത, മുഖം മറച്ച, ഈ മറ്റേ എന്താണ് ചുണ്ടിനിടയിൽ തമ്പാക്ക് തിരികിയ ഗുണ്ടകൾ, പോലീസുകാരാണ് ലാത്തിയിൽ ആണിയും പിടിപ്പിച്ചിട്ട് ഈ സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലാത്തി കൊണ്ട് കുത്തുന്ന പോലീസുകാരെ ഇറക്കി വിട്ടിരിക്കുകയാണ് അവിടെ. ആരെ? ഈ ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട കാലത്തെക്കുറിച്ച് വാചാലനാകുകയും സങ്കടപ്പെടുകയും ചെയ്ത ധർമ്മേന്ദ്ര പ്രധാനെതിരെ നടക്കുന്ന ഈ സമരത്തെ നേരിടാൻ ഡൽഹി പോലീസിനെ ഈ മട്ടിലാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇന്ന് സനീഷ് ഈ നമ്മളൊരു ദൃശ്യത്തിൽ കണ്ടല്ലോ, ശരീരം മുഴുവൻ ഇങ്ങനെ പെല്ലറ്റേറ്റ ഒരു കുട്ടിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞു ഇത് പെല്ലറ്റാണല്ലോ. അവിടെ ചോദ്യങ്ങൾ ഉയർന്നു, പെല്ലറ്റാണല്ലോ കൊണ്ടിരിക്കുന്നത്. അല്ല എന്ന് കർശനമായി പറയുമായിരുന്നു. ഇല്ല, പെല്ലറ്റ് പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളത്. ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് പെല്ലറ്റ് പുറത്തെടുത്തു എന്ന് ആശുപത്രിയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴുത്തിലും നെഞ്ചിലും എല്ലാം പെല്ലറ്റ് കുടുങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. 15 വയസ്സ് 20 വയസ്സുള്ള കുട്ടികൾക്ക് നേരെ ഈ ഭരണകൂടം പ്രയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ആയുധങ്ങളാണെന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ടിയർ ഗ്യാസ് ഷെല്ലുകളൊക്കെ അതൊക്കെ കാലപരിധി കഴിഞ്ഞതൊക്കെയാണ് അവിടെ ഇട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പഴയതെല്ലാം എടുത്ത് പൊട്ടിച്ച് തീർക്കാനുള്ള ഒരവസരമായി ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ കണ്ടു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവർക്ക് രാത്രി വീട്ടിൽ പോയി കിടന്നിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ കിടന്നുറങ്ങാൻ പറ്റുക? അവരുടെ മക്കൾ ചോദിക്കില്ലേ നിങ്ങളല്ലേ ഈ സംവിധാനം കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിക്കില്ലേ എന്നുള്ള സംശയമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ക്രൂരമായാണ് അവിടെ അവരെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ മുമ്പ് പല പ്രക്ഷോഭങ്ങളിലും പറ്റിയ അബദ്ധം ഇവർക്ക് CJPയുടെ പ്രക്ഷോഭകർക്ക്, അല്ലെങ്കിൽ അവിടെ CJP മാത്രമല്ല, ഇപ്പോൾ അവിടെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രവർത്തകർ അവിടെ വന്ന് സമരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് പറ്റാത്തതിനൊരു കാരണം വളരെ കാലേ കൂട്ടി തന്നെ എല്ലാം റെക്കോർഡ് ചെയ്യാൻ ഇവർ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? കാരണം സാധാരണ സമരം നടക്കുമ്പം എല്ലാവരും മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ ജെൻസി പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അവർ ഈ രാജ്യം മുഴുവൻ അവർക്കൊപ്പം ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതിനുമൊക്കെ അടിസ്ഥാന കാരണം ഈ പറഞ്ഞ സിനിമാക്കാരെല്ലാം ഒരുമിച്ചിറങ്ങാനുമുള്ള കാരണം എന്താണ്? അവരിതെല്ലാം പകർത്തി തെളിവുണ്ടാക്കി, ഞങ്ങളിത് ഇങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് തെളിവുണ്ടാക്കി രാജ്യത്തിന് മുന്നിൽ, ലോകത്തിന് മുന്നിൽ കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പെല്ലറ്റിൻ്റെ പ്രയോഗം, സാക്ഷി എന്ന് പറയുന്ന 20 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിലാണ്, വെന്റിലേറ്ററിലാണ്. എന്താണ് അവസ്ഥ? കാരണം 20 പേരുടെ മരണത്തിന് ഉത്തരവാദിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരത്തെ അടിച്ചമർത്താൻ വീണ്ടും വിദ്യാർത്ഥികളെ വേണമെങ്കിൽ മരണത്തിലേക്ക് വരെ തള്ളിയിടാം എന്നുള്ള ഒരവസ്ഥയല്ലേ ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ എന്തായാലും അത്ര എളുപ്പത്തിൽ ഇവർക്ക് കൈവിട്ട് കളയാൻ കഴിയില്ല. അതിന് കാരണം ഞാൻ പറയാം, ഈ പറഞ്ഞത് തന്നെയാണ്. ഒന്ന്, ഇവരുടെ ഈ എഡ്യൂക്കേഷൻ പോളിസിയിലെ കൃത്യമായ മാറ്റങ്ങൾ മുഴുവൻ നടത്തിയെടുക്കുന്നതിൽ വളരെ കൃത്യമായി പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നയാളാണ്. ആ കാര്യത്തിൽ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. എന്തൊക്കെയാണ് സനീഷ് നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ, ഈ സിലബസിൽ വന്ന മാറ്റങ്ങൾ, മുഗൾ സാമ്രാജ്യം എന്നുള്ള സംഗതി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി പാഠപുസ്തകത്തിൽ നിന്ന് നമ്മൾ അറിയില്ല. അതായത് അങ്ങനെ ഒരു സംവിധാനം തന്നെ ഇവിടെ ഇല്ല. ഈ രാജ്യത്തിൻ്റെ വലിയൊരു പ്രദേശം ഭരിച്ചിരുന്നത് മുഗളന്മാരാണ് ഒരു കാലത്ത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? അത് പഠിക്കാനില്ല എന്നുള്ളതാണല്ലോ നമ്മൾ. ഇനിയിപ്പോൾ പീരിയോഡിക് ടേബിൾ അതിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയല്ലോ, അത് എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്തത്. ഈ പരിണാമ സിദ്ധാന്തം എടുത്തു കളഞ്ഞു. ഈ മട്ടിലുള്ള പരിഷ്കാരങ്ങളാണ് ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഗുജറാത്ത് കലാപം എടുത്തു കളഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണല്ലോ നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്. ഗുജറാത്ത് കലാപം സംഭവിച്ചിട്ടില്ല. ഇത് വാജ്പേയിക്ക് വരെ കത്രിക വെച്ചു.
അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ പോലും അവിടുന്ന് മാറ്റി. ഇനി കോടതിയുടെ ഇടപെടൽ തന്നെ ഉണ്ടായല്ലോ. കോടതിയിലെ കേസുകളെക്കുറിച്ച് NCERTയുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അഴിമതിയെക്കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠഭാഗങ്ങൾ എടുത്ത് കളയണമെന്ന് ആവശ്യപ്പെട്ടു. അവസാനം NCERT മാപ്പ് പറഞ്ഞില്ലേ? ഇതൊക്കെയാണ് ഈ ഭരണപരിഷ്കാരങ്ങളെല്ലാമാണ് നടപ്പാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ചരിത്രബോധമില്ലാത്ത ഒരു സിലബസ് അവതരിപ്പിക്കുകയും അത് പഠിക്കേണ്ടി വരികയും ചെയ്യുന്ന ഗതികേടിനെതിരെ ഈ പിള്ളേർ സമരം ചെയ്തിട്ടില്ല. അപ്പോഴൊക്കെ അത് ഇവർക്ക് യഥേഷ്ടം നടപ്പാക്കാൻ പറ്റി. പക്ഷേ ഇത് എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കുമല്ലോ, എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കും. ഇത് നീറ്റ് ചോദ്യം, ഇത് വിദ്യാർത്ഥികളുടെ ജീവൻ വെച്ചുള്ള കൈകാര്യം ചെയ്യുന്ന സംഗതിയല്ലേ. അപ്പോൾ അങ്ങനെ നിരന്തരം ഈ ചോദ്യപേപ്പർ ചോരുന്നു. അത് എത്ര ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്ന കണ്ടില്ലേ, 1,30,000 കോടിയിലേറെ രൂപയാണ് വർഷാവർഷം ഈ പരീക്ഷാ നടത്തിപ്പിന് വേണ്ടി ഈ രാജ്യം ചെലവഴിക്കുന്നത്. അപ്പോഴാണ് അതിൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഉള്ള ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നത്, വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ഉണ്ടാകുന്നത്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന കുട്ടികൾ പോലും പറയുന്നുണ്ട്, അവർക്ക് ഈ നീറ്റ് എക്സാം എഴുതി വന്ന കുട്ടികൾ അവിടെ സമരരംഗത്തുണ്ട്. അവർ പറയുന്നത്, അവർ ആൻസർ കീ വെച്ചിട്ട് കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ മാർക്ക്, ഇത്തവണ കിട്ടിയ മാർക്ക് എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യമുള്ളത് അവർ അവതരിപ്പിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള അട്ടിമറിയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും ഇയാളെ, ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാനെ വിട്ടുകളയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ ഈ സിനിമാക്കാരെല്ലാം സമരരംഗത്ത് വന്നപ്പോൾ അതിലെ കൗതുകകരമായ ഒരു കാര്യം, യുവമോർച്ച എന്തിനാണ് ഇപ്പോൾ ഈ ടൊവിനോയുടെ വീടിന് മുന്നിൽ സമരം ചെയ്യുന്നത്? പേടിപ്പിക്കാനാണ്. നിങ്ങൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ എന്താണ്, ടൊവിനോ തോമസ് എന്താ ചെയ്തത്? ഒരു അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറയുന്നതിൻ്റെ വീട്ടിലേക്ക് സമരം നടത്താനുള്ള സംഘടനയാണോ യുവമോർച്ച? അഭിപ്രായം പറയുന്നത് ആരുമായിക്കോട്ടെ, അഭിപ്രായം പറയുന്നവൻ്റെ വീട്ടിന് മുന്നിൽ പോയി സമരം ചെയ്യുക. അയാൾക്ക് ഏറ്റവും ഭയാശങ്കകളില്ലാതെ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കേണ്ടതാരാണ്? ഇവിടുത്തെ ഭരണകൂടമല്ലേ. അതാണല്ലോ ഭരണഘടന ഉറപ്പ് നൽകുന്നത്. അതിനെ കാവലേൽപ്പിച്ചിരിക്കുന്ന ആരെയാണ്? ഈ യുവമോർച്ചക്കാരെ. അവരിപ്പോൾ എവിടെയാണ്? ഓരോരുത്തരുടെ വീട്ടിലേക്ക് യാത്ര നടത്തുക, മാർച്ച് നടത്തുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ് അവരെ. ഇങ്ങനെ അവർ മാർച്ച് നടത്താനാണെങ്കിൽ ആരുടെയൊക്കെ വീട്ടിലേക്ക് പോകണം? ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ പോകണം, ആസിഫ് അലിയുടെ വീട്ടിൽ പോകണം, ജോജുവിൻ്റെ വീട്ടിൽ പോകണം, പ്രിയ വാര്യരുടെ വീട്ടിൽ പോകണം, രഞ്ജിനി ഹരിദാസിൻ്റെ വീട്ടിൽ പോകണം. ഇങ്ങനെ ഇവരുടെ എല്ലാം വീട്ടിൽ. രഞ്ജിനി ഹരിദാസ് ചൈനയുടെ കയ്യിൽ നിന്നോ എവിടുന്നോ പണം മേടിച്ചിട്ടാണ് ഈ സമരത്തിൽ പങ്കെടുത്തതെന്ന് നമ്മുടെ പ്രിയ സുഹൃത്തായ ഗോപാലകൃഷ്ണൻ ഇന്ന് പറയുന്നത് കേട്ടു. ഇതാണ് അവസ്ഥ. പിന്നെ ഇതിലിപ്പോൾ ഉള്ള ഒരു അങ്കലാപ്പ് കൂടി ഇവർക്ക് വന്നു ചേർന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ CPI ആണെന്ന് പറയുകയും സംഘപരിവാറിനെ നിരന്തരം പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സനീഷിൻ്റെ ഒരു പ്രിയ സുഹൃത്തായ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതായത് അഭിജിത്ത് ദീപ്കെ ഇവിടെ വന്ന് ചാടിയിട്ട് ഇവിടെ 10,000 ആളുകളുടെ പിന്തുണയുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് 900 ആളുകളുടെ പോലും പിന്തുണ ഉണ്ടായില്ല എന്ന് പരിഹസിക്കുന്നത് കേട്ടു. ആശാൻ്റെയൊക്കെ നെഞ്ചത്ത് ഇടുത്തി വീണിട്ടുണ്ട് ഇന്ന് ഈ കാഴ്ച കാണുമ്പോൾ. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചൂട് കാരണം നെയിം പ്ലേറ്റ് അഴിച്ചു വെച്ചതാണ് എന്ന് പറയുന്നത് ആരാണ്? റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ അവിടുത്തെ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീയാണ് പറയുന്നത്. ചൂട് കാരണമാണ് നെയിം പ്ലേറ്റ് എല്ലാം അഴിച്ചു വെച്ചത് അത്ര പോലീസുകാർ. അവരുടെ ഇന്നത്തെ സ്റ്റാറ്റസ് എന്താണെന്നറിയാമോ? ഒരു പാറ്റയെ ചവിട്ടിക്കൊന്നിട്ടിരിക്കുന്നതാണ് സ്റ്റാറ്റസ്. അപ്പോൾ ഈ മനോഭാവത്തോടെയാണ് ഈ പാവപ്പെട്ട കുട്ടികളെ നേരിടുന്നത്. അപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ മനോഭാവം വെച്ച് തന്നെയാണ് ഇവർ ഈ ലാത്തിയിൽ ആണിയും ഉറപ്പിച്ച് ഈ പെല്ലറ്റ് ഗണ്ണുകളുമായി ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആ ഒരു അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു ആർജവത്തോടെ നിൽക്കുന്ന സർക്കാർ വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല.